എല്ലാവർക്കും നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇൻകം മെത്തേഡിൽ നമ്മൾ കുറച്ച് അഡീഷണൽ ഫാക്ട്സ് കൂടി മനസ്സിലാക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെൻറ്റ്സ്. നമ്മൾ ഈ ഫാക്ടർ പേയ്മെൻറ്റിന് നമ്മൾ എന്താണ് കോമൺ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്ന്. ഇതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെൻറ്റ്സ്. ചിലപ്പോൾ ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും, അതുകൊണ്ടാണ് ഇത് കൂടി ആഡ് ചെയ്തത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെന്റ്സ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫാക്ടർ പേയ്മെന്റ്സിനെ എന്തായിട്ട് എടുത്ത് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്നല്ലേ പറഞ്ഞത്. ഇനി അതുകൂടാതെ ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാക്ടർ പേയ്മെന്റ്സ്. നോക്ക്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, ഇതിനെയാണ് നമ്മൾ നേരത്തെ എന്തെന്ന് പറഞ്ഞത്, വേജസ് എന്ന് പറഞ്ഞത്. അവിടെ കോമൺ ആയിട്ട് എന്തെന്ന് പറഞ്ഞത്, വേജസ് ആൻഡ് സാലറീസ് അല്ലെ, വേജസ് W എന്ന് നമ്മൾ പറഞ്ഞത്, W. പക്ഷേ ഇതിനെ അറിയപ്പെടുന്നത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്നും അറിയപ്പെടും. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്നും ഇത് വിളിക്കും. എംപ്ലോയീസിന് കൊടുക്കുന്ന തൊഴിലാളികളുടെ കോമ്പൻസേഷൻ. നോക്ക്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ഇൻ ക്യാഷ്, ഇൻ കൈൻഡ് ആൻഡ് ഇൻ ദ ഫോം ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. അപ്പം മറക്കാതെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ വേജസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ വേജസിനെയാണ് നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. അത് നമുക്ക് എന്തെന്ന് പറയാം, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയാം. അപ്പോൾ ഈ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ അല്ലേ. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ ആണ്, പ്രതിഫലമാണ്, ടോട്ടൽ അല്ലേ, പ്രതിഫലമാണ്. ഏത് രൂപത്തിൽ, ഇൻ ക്യാഷ്, ക്യാഷിന്റെ രൂപത്തിൽ കിട്ടുന്നു, ഇൻ കൈൻഡ്, സാധനങ്ങളുടെ രൂപത്തിൽ കിട്ടുന്നു, ആൻഡ് ഇൻ ദ ഫോം ഓഫ് ഏത്, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, സാമൂഹിക സുരക്ഷാ സംഭാവന. നമ്മുടെ സോഷ്യൽ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, ആ രൂപത്തിൽ കിട്ടുന്നു. ഇതാണ് ഇങ്ങനെ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഒരു വർക്കറിന്, ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ അതിനെ കോമൺ ആയിട്ട് വേജസ് എന്ന് പറഞ്ഞത്, മനസ്സിലായില്ല. അവിടെ നമ്മൾ കോമൺ ആയിട്ട് വേജസ്, നമ്മൾ പറയാൻ എളുപ്പത്തിന് വേജസ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിന് നമ്മൾ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെ ചേരുന്നതാണ്, റെമ്യൂണറേഷൻ ഇൻ ക്യാഷ്, ക്യാഷിന്റെ രൂപത്തിലുള്ള റെമ്യൂണറേഷൻ ഉണ്ട്. തൊഴിലാളികൾക്ക് പിന്നെ എന്താണ്, സാധന രൂപങ്ങളിൽ എന്ത് കിട്ടുന്നുണ്ട്, ആ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഫോം ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ അല്ലെ, TA, DA ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളുണ്ടല്ലോ, ആ രൂപത്തിലുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, വേജസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേജസ് ഇൻ ക്യാഷ് മോണിറ്ററി ബെനിഫിറ്റ്സ്, പണപരമായ നേട്ടമാണ്, മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ഏതൊക്കെയാണ്, ലൈക്ക് ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, DA, ബോണസ്, കമ്മീഷൻ, ഹൗസ് റെന്റ് അലവൻസ് എക്സെട്ര. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ് എല്ലാം കിട്ടൂല ആ ജോലിയിൽ നിന്ന്. ഏതൊക്കെയാണ്, പിന്നെ ബേസിക് പേ, നിങ്ങൾക്കൊരു ബേസിക് പേ ഉണ്ടാകും, ഡിയർനെസ് അലവൻസ് DA ഉണ്ടാകും, ബോണസ് ഉണ്ടാകും, കമ്മീഷൻ ഉണ്ടാകും, ഹൗസ് റെന്റ് അല്ലേ, HR ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത്, വേജസ്. ഇതെല്ലാം മോണിറ്ററി ആയിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് വേജസ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത്, വേജസ് ഇൻ ക്യാഷ്. ഇതെന്താണ്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി വേജസ് ഇൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേജസ് ഇൻ കൈൻഡ്, ദീസ് ആർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. ഇതെന്താണ്, മോണിറ്ററി അല്ല, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ലൈക്ക് ഏതൊക്കെയാണ്, റെന്റ് അല്ലെ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഇപ്പോൾ ഒരു ചില സ്ഥാപനങ്ങൾ എന്താണ്, അവർക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. സ്ഥാപനം പിന്നെ എംപ്ലോയീസിന് അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കും, അതിന് അവർക്ക് ക്വാർട്ടേഴ്സ് ഒക്കെ അനുവദിക്കും. റെന്റ് വേണ്ട, കമ്പനി തന്നെ വഹിച്ചോളും. അതാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഇമ്പ്യൂട്ടർ റെന്റിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, സ്വന്തം വീട്ടിനും ഇമ്പ്യൂട്ടർ റെന്റ് ഉണ്ട്. അതുപോലെ അവിടെ എന്തുണ്ട്, ഒരു ഇമ്പ്യൂട്ടർ റെന്റ് ഉണ്ട് ഇല്ലേ. നമ്മൾ റെന്റ് കൊടുക്കുന്നില്ല, പക്ഷെ അവിടെ റെന്റ് ഉണ്ട്, അത് പരിഗണിക്കപ്പെടണം. അപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ അവിടെ എന്താണ്, അവർക്ക് പിന്നെ ഇവിടെ എന്താണ്, മോണിറ്ററി ആയിട്ടല്ല അവിടെ പ്രതിഫലം കിട്ടിയത്. ഇവിടെ ഏത് രൂപത്തിലാണ്, അക്കോമഡേഷൻ്റെ രൂപത്തിലാണ്, ഒരു സാധനത്തിന്റെ രൂപത്തിലാണ് കിട്ടുന്നത്. അതാണ് വേജസ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുന്നു, വെഹിക്കിൾ അല്ലെ, വെഹിക്കിൾ ഫോർ പേഴ്സണൽ യൂസ്, അവരുടെ പേഴ്സണൽ യൂസിന് എന്ത് കിട്ടും, വെഹിക്കിൾ, വാഹനങ്ങൾ. ഇപ്പോൾ ഒരു പിന്നെ ലെവൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് എന്ത്, സ്വന്തം വാഹനങ്ങൾ അല്ലെ, കമ്പനി തന്നെ വാഹനം അനുവദിച്ചു കൊടുക്കും. അപ്പോൾ അതെന്താണ്, ഇതൊക്കെ സാധനങ്ങളുടെ രൂപത്തിൽ, കൈൻഡ് രൂപത്തിലുള്ള വേജസ് ആണ്, മനസ്സിലായല്ലോ. അതാണ് വേജസ്. അതിനെ എന്തായിട്ട് പരിഗണിക്കുന്നു, വേജസ് ആയിട്ട് പരിഗണിക്കും. അപ്പോൾ നമ്മൾ ആ വേജസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോണിറ്ററി മാത്രമല്ല, മോണിറ്ററി ടേംസിലുള്ള റെമ്യൂണറേഷനും ഉണ്ട്, അതുപോലെ വേജസ് ഇൻ കൈൻഡ്, സാധനങ്ങളുടെ രൂപത്തിലുള്ളതുമുണ്ട്. ഇനി പിന്നെ വേജസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, വേറെ എന്തുകൂടെ വരും, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. എംപ്ലോയേഴ്സ്, തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ, എന്തിലുള്ള കോൺട്രിബ്യൂഷൻ,
ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ എന്നുവെച്ചാൽ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി, തൊഴിലാളികളുടെ വെൽഫെയറിന് വേണ്ടി കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ മേഡ് ടു പ്രോവിഡൻറ്റ് ഫണ്ട്. അവർ പ്രോവിഡൻറ്റ് ഫണ്ട് PF നമ്മുടെ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷനുമുണ്ട്, അതുപോലെ ആരുടെ എംപ്ലോയറിൻ്റെ ഫേമിൻ്റെ കോൺട്രിബ്യൂഷനുമുണ്ട്. അതൊക്കെ എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനാണ്. അതുപോലെ ഗ്രാറ്റുവിറ്റി, റിട്ടയർമെൻറ്റ് പെൻഷൻ, അല്ലേ? ഇതൊക്കെ എന്താണ്? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനാണ്. റിട്ടയർമെൻറ്റ് പെൻഷൻ അവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇത് മൂന്നും കൂടി, വേജസ് ഇൻ ക്യാഷ്, വേജസ് ഇൻ കൈൻഡ്, അതുപോലെ എംപ്ലോയേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് എംപ്ലോയീസ്, അല്ലേ, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, അതിനെയാണ് നമ്മൾ വേജസ് എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞത്. അതായത് ഇങ്ങനെ ഓർക്കുക, ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നു. ഇതുപോലെ എന്തുണ്ട്? ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വേജസിന് തന്നെ ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ. ഇനി മറ്റൊന്നാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. ഈ ഇൻകം മെത്തേഡ് അനുസരിച്ച് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസിനെ പോലെ മറ്റൊരു ഫാക്ടറാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറയും. ഓപ്പറേറ്റിംഗ് സർപ്ലസ് നമുക്ക് നോക്കാം എന്താണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന്. ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഈസ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത് ഏതൊക്കെയാണ്? റെന്റ് വരുന്നുണ്ട്, റോയൽറ്റി വരുന്നുണ്ട്. റോയൽറ്റി, അല്ലേ? റോയൽറ്റി ഇനത്തിൽ ഇപ്പം നിങ്ങളൊരു ബുക്ക് എഴുതുന്നു, ആ ബുക്കിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ മറ്റൊരു പ്രസാധകർ എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്? നിങ്ങളുടെ റോയൽറ്റി ഇനത്തിൽ നിങ്ങൾക്ക് വരുമാനം വരും, അല്ലേ? റോയൽറ്റി ഉണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ്, പലിശ, ഇതൊക്കെയാണ് എന്ത്? പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അതെന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സർപ്ലസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. ഇൻകം ഫ്രം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റെന്റ്, റോയൽറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി എന്താണ്? ഇൻകം ഫ്രം ഓൺട്രപ്രണർഷിപ്പ്. ഇൻകം ഫ്രം ഓൺട്രപ്രണർഷിപ്പ്, ഒരു ഓൺട്രപ്രണർക്ക്, അല്ലെ, ഒരു സംരംഭകന് കിട്ടുന്ന ഇൻകം ഏതാണത് പറയുന്നത്? പ്രോഫിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേജസ്, ഇൻട്രസ്റ്റ്, റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അതിനകത്ത് വേജസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, വേജസ് ഇൻ കൈൻഡ്, വേജസ് ഇൻ ക്യാഷ്, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം വേജസ് തന്നെയാണ്. പക്ഷേ ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ റെന്റിനും പ്രോഫിറ്റിനും ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റെന്റിനെയും പ്രോഫിറ്റിനെയും കൂടെ ചേർത്താണ് എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റെന്റിനെയും പ്രോഫിറ്റിനെയും കൂടെ ചേർത്ത് എന്തെന്ന് വിളിക്കുന്നു? ഓപ്പറേറ്റിംഗ് സർപ്ലസ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഉണ്ടെങ്കിൽ ഓർക്കുക, അത് ഏതൊക്കെയാണ്? റെന്റും പ്രോഫിറ്റുമാണ്. അപ്പോൾ ഇവിടെ നോക്ക്, അതെങ്ങനെയാണ് കിട്ടുന്നത്? ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഈസ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്. അത് ഏതൊക്കെ വരും? റെന്റ് മാത്രമല്ല, റെന്റ് ഉണ്ട്, റോയൽറ്റി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. അതുകൂടാതെ എന്താണ്? ഇൻകം ഫ്രം ഓൺട്രപ്രണർഷിപ്പ്. ഒരു ഓൺട്രപ്രണർക്ക്, ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന ഇൻകം, അതേതാണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? അതിനകത്ത് പലതരത്തിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. ഡിവിഡൻസ്, ഡിവിഡൻഡ് വരുന്നുണ്ട്. കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി ടാക്സ്. അപ്പോൾ അതൊരു സംശയം വരുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ആകുന്നതെന്ന്. കാരണം എന്താണ്? ഈ ടാക്സ് കൊടുക്കുന്ന ഏതിൽ നിന്നാണ്? ഒരു ഫേമിന് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് ആണ് ഏത്? കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് കോർപ്പറേഷൻ സേവിങ്സ്, അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ആ സ്ഥാപനം സേവിങ്സ് നടത്തുന്നു, അതാണ് കോർപ്പറേഷൻ സേവിങ്സ്. അപ്പോൾ ഡിവിഡൻസ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ സേവിങ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് അവരുടെ പ്രോഫിറ്റ്. കാരണം ഇത് പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഒരു സബ് ഡിവിഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഡിവിഡൻസ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ സേവിങ്സ്. ദീസ് ആർ കാൾഡ് പ്രോഫിറ്റ്സ്. ആർക്ക് കിട്ടുന്നതാണ്? ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണറുടെ ഇൻകമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റെന്റ് വരുന്നുണ്ട്, റോയൽറ്റി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡിവിഡൻസ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ സേവിങ്സ്. ക്ലിയർ അല്ലേ? ഇതാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇത് ഇൻകം മെത്തേഡിൽ പരിഗണിക്കുന്നു. നമ്മൾ നേരത്തെ എന്തായിട്ട് എടുത്തുള്ളൂ? വേജസ്, റെന്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്തുള്ളൂ. പക്ഷേ ഇതുപോലെ ക്ലാസിഫിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്. ഇനി മറ്റൊരു കമ്പോണന്റ് ആണ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്. മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ മിക്സഡ് ഇൻകം. മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നില്ലേ, അവരുടെ വരുമാനമാണ് മിക്സഡ് ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്കും വരുമാനം ഉണ്ടല്ലോ, അതാണ് മിക്സഡ് ഇൻകം. നോക്കാം എന്താണ്? ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഒരു സംരംഭം ഒരാൾ ആരംഭിക്കുന്നു, അവർ തന്നെ അവിടെ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു, ആണ് സെൽഫ് എംപ്ലോയിഡ്, അതാണ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. സ്വയം ജോലി ചെയ്യുന്നു, ഒരു സംരംഭം ആരംഭിച്ചിട്ട് അവർ തന്നെ അവരുടെ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു,
ആണ് ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. അതാണ് മിക്സഡ് ഇൻകം. ആരൊക്കെ വരും അതിനകത്ത്? ഫാർമേഴ്സ്, സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു. ഡോക്ടേഴ്സ്, സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ടിരിക്കുന്നു, ഒരു ഹോസ്പിറ്റൽ ഇട്ടിരിക്കുന്നു. ബാർബേഴ്സ്, അല്ലെ, സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങുന്നു. ഇതാണ് ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. അതുകൂടാതെ പിന്നെ എന്ത് വരുന്നുണ്ട്? ആൻഡ് അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസസ്. അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസ് എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് അല്ലാത്ത, കോർപ്പറേറ്റ് സ്വഭാവം ഇല്ലാത്ത എന്റർപ്രൈസസ്. കോർപ്പറേറ്റ് സ്വഭാവം എന്താണ്? ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളും, വലിയ ബിൽഡിങ്, വലിയ സ്ഥാപനം, ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ കാണും. ഇത് അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസ് എന്ന് വെച്ചാൽ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി എന്താണ് ഒരു സ്ഥാപനം ആരംഭിച്ചു, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഫേം ആരംഭിച്ചിരിക്കുന്നത്. അതാണ് അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസ്. ഏതൊക്കെയാണ്? സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, ചെറിയ കച്ചവടക്കാരുണ്ടല്ലോ, കച്ചവടക്കാർ സ്വയം ഒരു സ്ഥാപനം തുടങ്ങി അവർ കച്ചവടം നടത്തുന്നു. റിപ്പയർ ഷോപ്സ്, ഈ വർക്ക്ഷോപ്പുകൾ, സ്വന്തമായിട്ടിട്ടിരിക്കുന്ന വർക്ക്ഷോപ്പുകൾ, റിപ്പയർ ഷോപ്പുകൾ, ഈ അതുപോലെ എന്താണ് എന്താണ് തട്ടാക്കട എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഇട്ടിരിക്കുന്ന റിപ്പയർ ഷോപ്പ്. അതുപോലെ വാച്ച് റിപ്പയറിങ്, അതുപോലെ മെക്കാനിക്ക്, സ്വയം എന്താണ് നടത്തുന്ന മെക്കാനിക്ക്. ഇവരൊക്കെ എന്താണ് ഈ നോൺ ആസ് മിക്സഡിങ്. ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനമാണ് മിക്സഡ്. ഇവരൊക്കെ എന്താണ് സെൽഫ് എംപ്ലോയിഡിന്റെ കാറ്റഗറിയിൽ വരുന്നവരാണ്, അല്ലെ? ആരൊക്കെയാണ് സെൽഫ് എംപ്ലോയിഡ്? ഫാർമേഴ്സ്, ഡോക്ടേഴ്സ്, ബാർബേഴ്സ്, അതുപോലെ സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, റിപ്പയർ ഷോപ്സ് നടത്തുന്നവർ, ഇവരൊക്കെ എന്താണ് മെക്കാനിക്കുകൾ. ഇവരൊക്കെ എന്താണ് ആ സെൽഫ് എംപ്ലോയിഡ് ആണ്. ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകത്തെ പറയുന്നത് എന്താണ്? മിക്സഡ് ഇൻകം എന്നാണ്. ആ മിക്സഡ് ഇൻകം കൂടി എവിടെ ഉൾപ്പെടുത്തുന്നു? ഇൻകം മെത്തേഡ് അനുസരിച്ച് GDP ഉൾപ്പെടുത്തുന്നു. അതാണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ മിക്സഡ് ഇൻകത്തിന് കൃത്യമായ ഡേറ്റ അവൈലബിൾ അല്ല. കാരണം എന്താ? ഇവർക്ക് പ്രോപ്പർ അക്കൗണ്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിൽ അവിടെ എന്ത് കാണും? അവിടെ എന്താണ്? റെക്കോർഡ്സ് കാണും, അക്കൗണ്ടിങ് അല്ലെ, അക്കൗണ്ട് ബുക്കുകൾ കാണും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു മെക്കാനിക്ക് അയാൾക്ക് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും കാണില്ല. ഒരു ഷോപ്പ് നടത്തുന്ന ആളല്ല, ഒരു ഫാർമർ അല്ലെ, ഒരു ബാർബർ, അദ്ദേഹത്തിന് എന്താണ് അക്കൗണ്ടിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും എന്താണ് ഒരു ഏകദേശ കണക്കനുസരിച്ച് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതാണ് അതുകൊണ്ട് എടുത്ത് പറയുകയാണ് ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ പ്രോപ്പർ അക്കൗണ്ട്സ്. അപ്പോൾ ഇതാണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ മിക്സഡ് ഇൻകം എന്താണ്? ഇൻകം ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ്. ഏതൊക്കെയാണ്? ഫാർമേഴ്സ്, ഡോക്ടേഴ്സ്, ബാർബേഴ്സ്, അവരുടെ ഇൻകം. അതുപോലെ എന്താണ്? അൺഇൻകോർപ്പറേറ്റഡ് എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് അല്ലാത്ത സാധാരണ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്വയം സ്ഥാപനങ്ങൾ നടത്തുന്നു. അതാണ് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, റിപ്പയർ ഷോപ്സ്, അല്ലെ, ഇതൊക്കെയാണ്. അതുപോലെ ബ്ലാക്ക് സ്മിത്ത്സ്, ഇവരൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇവർക്ക് കിട്ടുന്ന ഇൻകത്തെ പറയുന്ന പേരാണ് മിക്സഡ് ഇൻകം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നാണ് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകം മെത്തേഡിൽ പരിഗണിക്കുന്നത്. അപ്പോൾ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, അതിലെന്ത് പറഞ്ഞു? വേജസ് വരുന്നെന്ന് പറഞ്ഞു. ആ വേജസ് പലതരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഓപ്പറേറ്റിംഗ് സർപ്ലസ്, അതിനകത്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ഏത് വരുന്നത്? റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് വരുന്നത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് പറഞ്ഞു മിക്സഡ് ഇൻകം കൂടി വരുന്നത്, സെൽഫ് എംപ്ലോയിഡിന് കിട്ടുന്ന ഇൻകം കൂടി ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൽ പരിഗണിക്കപ്പെടാത്ത ഘടകങ്ങൾ. അതായത് ഇൻകം മെത്തേഡ് അനുസരിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, അതായത് ഇൻകത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നാഷണൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യപ്പെടാത്തത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെയാലോ? ഒന്ന് ട്രാൻസ്ഫർ ഇൻകം, ഒന്നേതാണ്ടേ ട്രാൻസ്ഫർ ഇൻകം, മാറ്റ വരുമാനം എന്തിൽ വരില്ല? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടില്ല. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത്, നേരത്തെ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് പറഞ്ഞു അല്ലേ? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, കാരണം അത് പേയ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു? ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചാരിറ്റിക്ക് ഡൊണേഷൻ കൊടുക്കുന്നു, അത് നമ്മുടെ ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. പക്ഷേ അവിടുന്ന് റിട്ടേൺ കിട്ടാത്തത് കൊണ്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് അവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ പരിഗണിച്ചില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, ഗവൺമെൻറ് സ്കോളർഷിപ്പ് വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? ട്രാൻസ്ഫർ ഇൻകമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത് എക്സ്പെൻഡിച്ചറാണ്, ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ആ പേയ്മെൻ്റ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും എവിടെ വരില്ല? നാഷണൽ ഇൻകത്തിൽ വരില്ല. ഇവിടെ ട്രാൻസ്ഫർ ഇൻകം എന്ന് ഉൾപ്പെടുത്താൻ കാരണം ഇൻകം സൈഡ് ആയതുകൊണ്ടാണ്. ഇൻകം സൈഡിൽ ട്രാൻസ്ഫർ ഇൻകം എവിടെ വരില്ല? ആ നാഷണൽ ഇൻകത്തിൽ വരില്ല. എക്സ്പെൻഡിച്ചർ സൈഡ് ആണെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എവിടെ വരുന്നില്ല? നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. അപ്പോൾ ട്രാൻസ്ഫർ ഇൻകം. അടുത്ത ഇൻകം ഫ്രം സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. കണ്ടോ? ഇൻകം ഫ്രം സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ഇപ്പോൾ നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അപ്പോൾ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം? അതിൽ വരില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ, അല്ലേ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ? വാങ്ങുമ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ആ എക്സ്പെൻഡിച്ചറും പരിഗണിക്കപ്പെടുകയില്ല. പക്ഷേ ബ്രോക്കേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഉണ്ടാകുന്ന വരുമാനവും ചിലവും എവിടെ വരില്ല? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ബോൺസ്. കണ്ടോ? ഷെയർസും ബോൺസും വിൽക്കുമ്പോഴുള്ള ഇൻകം, കിട്ടുന്ന ഇൻകം
ഇതിൽ നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കുന്നില്ല. വിൻഡ്ഫാൾ ഗെയിൻസ്. എന്താണ് ഈ വിൻഡ്ഫാൾ ഗെയിൻസ് എന്ന് വെച്ചാൽ ഈ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ലോട്ടറിയൊക്കെ അടിക്കുന്ന പണം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള പണം, അതാണ് വിൻഡ്ഫാൾ ഗെയിൻസ് എന്ന് പറയുന്നത്. അത് എന്തിൽ വരില്ല? നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. അതുപോലെ ഈ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ ഈ ഷെയർസും ബോൺസിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടുന്നു, അതൊക്കെ വിൻഡ്ഫാൾ ഗെയിൻസിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഷെയർസ്, അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്താണ് ഷെയർസിൻ്റെ ബോൺസിൻ്റെ വില പരിഗണിക്കപ്പെടാത്തത്. വിൻഡ്ഫാൾ ഗെയിൻസ്, ഈ ലോട്ടറി അടിക്കുന്ന പൈസ, അങ്ങനെയുള്ള പൈസകളൊന്നും ഇതിൽ വരില്ല. ഇല്ലീഗൽ ഇൻകംസ്, അല്ലേ, നിയമവിരുദ്ധമായ സ്മഗ്ലിങ്ങിലൂടെയും അങ്ങനെയുള്ള വരുമാനം പരിഗണിക്കപ്പെടുന്നില്ല. അടുത്തത് പേയ്മെന്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്. പേയ്മെന്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്, നമ്മുടെ അക്യുമുലേറ്റഡ് സേവിങ്സ്, അതായത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പൈസ സേവിങ്സ് അക്യുമുലേറ്റ് ചെയ്തുണ്ടാകുന്ന പിന്നെന്താണ് ഒരു അസറ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പുറത്ത് നടക്കുന്ന പേയ്മെന്റ്, എക്സാമ്പിൾ പേയ്മെന്റ് ലൈക്ക് ഗിഫ്റ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഇതൊക്കെ എന്താണ് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. അതായത് പേയ്മെന്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്. ഇപ്പോൾ നമ്മുടെ വെൽത്ത്, ഇപ്പോൾ എൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഞാൻ കുറേ കാലം എന്താണ് എടുത്ത് സേവിങ്സ് നടത്തി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇയർ ഉള്ളതല്ലേ. കറണ്ട് ഇൻകമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. കറണ്ട് ഇൻകം അതായത് ഒരു വർഷത്തെ, ഒരു സാമ്പത്തിക വർഷത്തെയാണ്. പക്ഷേ ഇവിടെ എന്താണ് ഈ അക്യുമുലേറ്റഡ് സേവിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേവിങ്സ് നടത്തി എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്ത് ഒരു വെൽത്ത് ഉണ്ടാകുന്ന, സേവിങ്സ് ഉണ്ടാകുന്നത്, അല്ലേ. അത് നമ്മളുടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അത് ആൾറെഡി നമ്മൾ എന്താണ് ഓരോ വർഷവും നമ്മൾ സേവിങ്സ്, അതവിടെ എന്താണ് ഇൻകത്തിൻ്റെ ഭാഗമായിരുന്നു, അവിടുത്തെ ഇൻകത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് നമ്മൾ സേവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താണ്, അങ്ങനെ സേവ് ചെയ്താണ് നമ്മൾ അക്യുമുലേറ്റഡ് ഇൻകം ആയത്. അപ്പോൾ അക്യുമുലേറ്റഡ് ഇൻകം ആയപ്പോൾ അതിൻ്റെ ഓരോ പോർഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ആ അക്യുമുലേറ്റഡ് സേവിങ്സിൽ നിന്ന് കൊടുക്കുന്ന പേയ്മെന്റ്, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് വെൽത്തിൽ നിന്ന് കൊടുക്കുന്ന പേയ്മെന്റ് എന്തിൽ വരില്ല, നാഷണൽ ഇൻകത്തിൽ, ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനത്തിൽ പരിഗണിക്കുന്നില്ല. എക്സാമ്പിൾ പേയ്മെന്റ് ലൈക്ക് ഗിഫ്റ്റ് ടാക്സ്. കാരണം നമ്മൾ എന്താണ്, നമ്മുടെ അസറ്റ് ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ഗിഫ്റ്റ് ടാക്സ് കൊടുക്കുന്നത്. അതുപോലെ വെൽത്ത് ടാക്സ് ഇതൊന്നും ഇവിടെ നമ്മളെ വെൽത്തിൻ്റെ ഒരു ടാക്സ്, അക്യുമുലേറ്റഡ് വെൽത്ത് ആണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് ഒന്നും എന്തിൽ വരുന്നില്ല, ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഓക്കെ. അതുപോലെ ഇൻഡയറക്റ്റ് ടാക്സ്, GST ഉണ്ടല്ലോ, അതുപോലെ സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, ഇതൊന്നും ദേശീയ വരുമാനത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇൻഡയറക്റ്റ് ടാക്സ് ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്, നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം? ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ഇൻകം ഫ്രം സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ബോൺസ്, വിൻഡ്ഫാൾ ഗെയിൻസ്, ഇല്ലീഗൽ ഇൻകംസ്, പേയ്മെന്റ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് സേവിങ്സ്, ഇൻഡയറക്റ്റ് ടാക്സസ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് ഇൻകം മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് നോക്കിയേ. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. പ്രൊഡക്ഷൻ യൂണിറ്റ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അല്ലേ. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് നൽകുന്ന ഇൻട്രസ്റ്റ്, പലിശ. അവരുടെ ഉൽപ്പാദനം നടത്താൻ വേണ്ടി അവർ വായ്പയും മറ്റും എടുത്തിട്ടുണ്ട്, അതിന് കൊടുക്കുന്ന പലിശ. അതെന്താണ്? ഇൻട്രസ്റ്റ് ഇൻകം മെത്തേഡിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തണം. ബട്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. അപ്പോൾ അവിടെ ഓർക്കുക, ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇതിൽ വരില്ല. കൺസംഷൻ പർപ്പസിന് വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് എവിടെ പരിഗണിക്കപ്പെടുന്നില്ല? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഓൺലി ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ നാഷണൽ ഇൻകം. അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരു ഫേം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടും. ഒരു കൺസ്യൂമർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ക്ലിയർ ആണല്ലോ. കൺസംഷൻ പർപ്പസിനുള്ളതാണെങ്കിൽ പരിഗണിക്കപ്പെടുന്നില്ല. ക്ലിയർ അല്ലേ? ഇനി imputed value of rent of owner occupied houses. Imputed value of rent of owner occupied houses. Imputed value of rent, അല്ലേ, നമ്മൾ പറഞ്ഞു റെന്റ് ഇതിന്റെ ഭാഗമായിട്ട് പരിഗണിക്കണം. അപ്പോൾ റെന്റ്, ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് റെന്റ് ഓഫ് ഓണർ ഒക്യുപ്പൈഡ് ഹൗസസ്. ഒരു ഓണർ, നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡിലും ഇത് പറഞ്ഞതാണ്. ഓണറൊക്കെ അവിടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്, റെന്റ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അതുകൊണ്ട് ഇൻകം സൈഡിൽ അതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് റെന്റ് ഓഫ് ഓണർ ഒക്യുപ്പൈഡ് ഹൗസസ്. ഒരു ഓണർ സ്വന്തം ഹൗസസിനാകുന്ന ഇമ്പ്യൂട്ടഡ് റെന്റ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണല്ലോ, ഓർമ്മയുണ്ടല്ലോ. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ് ഫോർ സെൽഫ് കൺസംഷൻ ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അതും പ്രൊഡക്ഷൻ പ്രോഡക്റ്റ് മെത്തേഡിൽ പറഞ്ഞതാണ്. എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്.
ഗുഡ്സിന്റെയും ഫിക്സഡ് അസറ്റ്സിന്റെയും പ്രൊഡക്ഷൻ. എന്തിനു വേണ്ടിയുള്ള പ്രൊഡക്ഷൻ? ഫോർ സെൽഫ് കൺസംഷൻ ബൈ ദ പ്രൊഡ്യൂസിംഗ് യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു സ്ഥാപനം അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സെൽഫ് കൺസംഷന് വേണ്ടി അവർ സ്വയം എന്ത് ചെയ്യുന്നു? ആ ഗുഡ്സോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വാങ്ങാതെ സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്ഷനും എവിടെ ഉൾപ്പെടുത്തണം? നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. ഇനി ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് അതിന്റെ ഓണേഴ്സ് കൊടുക്കുന്ന ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ എംപ്ലോയർ അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഫ്രീ സർവീസസ് അതും ഉൾപ്പെടുത്തണം. കാരണം എന്താണ്? ഏതൊക്കെ വരും അതിനകത്ത്? അക്കോമഡേഷൻ നമ്മൾ പറഞ്ഞു, വെഹിക്കിൾസ് കൊടുക്കുന്നത് പറഞ്ഞു, ഇതൊക്കെ ഉൾപ്പെടുത്തണം. അതാണ് ഫ്രീ സർവീസസ്. അതാണ് വേജസിന്. അത് ഏതിൽ വരും? വേജസ് ഇൻ കൈൻഡിൽ വരും. നമ്മൾ പഠിച്ചില്ലേ, വേജസ് ഇൻ കൈൻഡിൽ വരും. കാരണം വേജസ് ഇതിന്റെ ഭാഗമാണ്. വേജ് മോണിറ്ററി ടേംസിലാണെങ്കിലും സാധനങ്ങളുടെ രൂപത്തിലാണെങ്കിലും അത് പരിഗണിക്കണം. വേജസ് ഇൻ കൈൻഡ് വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? അത് മോണിറ്ററിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തൊക്കെയാണ്ട് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്ന ഐറ്റംസ്? ഇൻകം മെത്തേഡിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ പ്രൊഡക്ഷൻ യൂണിറ്റ്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇനി ഇംപ്യൂട്ടഡ് വാല്യൂ ഓഫ് റെന്റ് ഓഫ് ഓണേഴ്സ് ഒക്യുപ്പൈഡ് ഹൗസസ്. അടുത്ത പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. എന്തിനു വേണ്ടിയുള്ള? ഫോർ സെൽഫ് കൺസംഷൻ. ആര്? നോട്ട് ഫോർ കൺസ്യൂമേഴ്സ്. ആരാണ്? ബൈ ദ പ്രൊഡ്യൂസിംഗ് യൂണിറ്റ്സ്. ഇനി ഫ്രീ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഇതൊക്കെ എന്താണ്? നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഇപ്പോൾ ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി നോക്ക്, ഹൂ കമ്പ്യൂട്ട്സ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? NSO. ആരാണ്? NSO ആണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇവരാണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന് പറഞ്ഞാലും മതി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. ഇനി അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. NSO കംസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി. ഏത് മന്ത്രി തല ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ലെങ്കിൽ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏത് മന്ത്രാലയമാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ആ മിനിസ്ട്രിയുടെ കീഴിലാണ് ഏത് വരുന്നത്? NSO വരുന്നത്. NSO ഉൾപ്പെടുന്ന നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. കാരണം നമ്മുടെ ഓപ്ഷനിൽ ഏത് കാണും? ഫിനാൻസ് മിനിസ്ട്രി കാണും. നമ്മൾ പെട്ടെന്ന് ഏത് കറപ്പിക്കും? ഫിനാൻസ് മിനിസ്ട്രി കറപ്പിക്കും. അല്ല, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിലാണ്. ഇനി എന്നാണ് ഈ NSO വന്നത്? അതായത് NSO വരുന്നതിന് മുൻപ് ഇന്ത്യയിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന CSO എന്ന സ്ഥാപനമാണ്. CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്ന് പറയും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. അതിനു മുമ്പ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നറിയപ്പെട്ടിരുന്നു, പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നറിയപ്പെട്ടു. അപ്പോൾ ആ CSO എന്ത് ചെയ്തു? വാസ് മെർജ്ഡ് വിത്ത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO. അപ്പോൾ 2 സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? CSOയും NSSOയും. മറക്കരുത്, CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSSO എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അത് പണ്ട് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആയിരുന്നു, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഈ CSOയും NSSOയും കൂടി മെർജ് ചെയ്തു. അങ്ങനെ മെർജ് ചെയ്താണ് എന്ത് ഫോം ചെയ്തത്? നമ്മുടെ ഈ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഫോം ചെയ്തത്. NSO ഫോം ചെയ്തത്. അപ്പോൾ NSO ഫോം ചെയ്ത് ആരൊക്കെ മെർജ് ചെയ്തുകൊണ്ടാണ്? CSOയും NSSOയും ഫോം ചെയ്യും, പിന്നെ മെർജ് ചെയ്തുകൊണ്ടാണ്. ഈ NSO എന്ന് വെച്ചാൽ ഈ സാമ്പിൾ സർവേ ഒക്കെ നടത്തുന്നത്, നമ്മുടെ രാജ്യത്ത് സാമ്പിൾ സർവേ കേട്ടാണല്ലോ, സാമ്പിൾ സർവേ ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ് NSSO. CSO എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്മുടെ NSO വരുന്നതിന് മുമ്പ് ദേശീയ വരുമാനം കണക്കാക്കിയിരുന്ന സ്ഥാപനമാണ് CSO. അപ്പോൾ ഈ NSSOയും CSOയും കൂടി 2019, അപ്പോൾ എന്താണ്ടേ മെർജ് ചെയ്തത്? 2019 മെർജ് ചെയ്തു. അങ്ങനെയാണ് ഏത് ഫോം ചെയ്യുന്നത്? NSO ഫോം ചെയ്യുന്നത്. അപ്പോൾ NSO നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2019 മെയ് 23 മെയ് 23 മെയ് 23
NSO ഫോം ചെയ്യുന്നത്. ഓർത്തിരിക്കുക, 2019 മെയ് 23-നാണ് NSO ഫോം ചെയ്യുന്നത്. ആരൊക്കെ മെർജ് ചെയ്തുകൊണ്ട്? CSO ആൻഡ് NSSO. ഈ CSO ഫോം ചെയ്യപ്പെടുന്നത് 1951-ലാണ് കേട്ടോ. 1951 മെയ് 2 ആണ്, മെയ് 2 ആണ് കേട്ടോ. മെയ് 2-ാം തീയതിയാണ് CSO വരുന്നത്. NSO എന്ന് പറയുന്നത് 1950-ലാണ് കേട്ടോ. 1950-ലാണ് കേട്ടോ. 1950 ഒക്ടോബർ 1 ആണ്. 1950 ഒക്ടോബർ 1-ലാണ് NSSO. അതാ വരുന്ന സമയത്ത് NSS എന്നേ ഉള്ളായിരുന്നു. NSS, നാഷണൽ സാമ്പിൾ സർവേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. NSS നിലവിൽ വരുമ്പോൾ 1950 ഒക്ടോബർ 1-നാണ് വരുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു? 1970-ലാണ് അതിനെ റീനെയിം ചെയ്ത് എന്താക്കി മാറ്റുന്നത്? NSSO ആക്കി മാറ്റുന്നത്. NSSO ആക്കി. എൻ്റെ കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആദ്യം NSS എന്നറിയപ്പെട്ടിരുന്നു, നാഷണൽ സാമ്പിൾ സർവേ എന്നറിയപ്പെട്ടിരുന്നു. അത് നിലവിൽ വന്നത് 1950 ഒക്ടോബർ 1-നാണ്. ഒക്ടോബർ 1. അത് പിന്നീട് 1970 എന്തായി മാറി? NSSO ആയിട്ട് മാറി. CSO വരുന്നത് 1951 മെയ് 2-നാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളും കൂടി മെർജ് ചെയ്തത് 2019 ആണ് മെർജ് ചെയ്തത്. അങ്ങനെ 2019 മെയ് 23 ഏത് നിലവിൽ വരുന്നു? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നിലവിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.